Welcome to CET 281 Building Construction and Structural Systems Module 3 Part 4. ഈ സെഷനിൽ നമ്മൾ വിൻഡോസിനെ പറ്റിയും വെന്റിലേറ്റേഴ്സിനെ പറ്റിയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിൻഡോസും വെന്റിലേറ്റേഴ്സും ഒക്കെ പഠിക്കുന്നത്? നമുക്ക് നോർമലി അറിയുന്ന കാര്യങ്ങളാണ്. ഈ വിൻഡോസും വെന്റിലേറ്റേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, അത് കമേഴ്ഷ്യൽ പ്ലേസസ് ആയിക്കഴിഞ്ഞാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കഴിഞ്ഞാലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ വിൻഡോസും വെന്റിലേറ്റേഴ്സും ഒക്കെ. എന്താണ് സ്പെഷ്യൽ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്? നോർമലി നമ്മൾ കാണുമ്പം അതൊരു വിൻഡോ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ്, ഒരു എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളത് കാണുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെന്റൽ ആയിട്ട് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻഡോസ് ഉണ്ട്. നമ്മൾ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട്, ചില മെറ്റീരിയൽസിന്റെ ഇതിന് വേണ്ടിയിട്ട്, നമ്മൾ മെയിൻ്റനൻസിന്റെ ഈസിക്ക് വേണ്ടിയിട്ട്, കോസ്റ്റ് കൺസിഡർ ചെയ്തിട്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് നമുക്ക് ഈ വിൻഡോസിന്റെ ഒക്കെ ടൈപ്സ് ഒക്കെ വരുന്നത്. അപ്പം ആസ് എ സിവിൽ എഞ്ചിനീയർ നമുക്ക് എന്തറിയണം? വിൻഡോസിന്റെ ഒരുവിധം ഫെമിലിയർ ആയിട്ടുള്ള ടൈപ്സ് ഒക്കെ അറിയേണ്ടതാണ്. അപ്പൊ എന്നാലും മാത്രമേ നമുക്ക് പുതിയ പുതിയ മെത്തേഡ്സ് വെച്ചിട്ട് പുതിയ പുതിയ സാധനങ്ങൾ നമ്മളെ സ്ട്രക്ചറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വിൻഡോസിലേക്ക് പോകാം. ഇപ്പൊ എന്തിനാണ് ബേസിക്കലി ഒരു വിൻഡോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? വിൻഡോ നോർമലി കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മൾ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വെന്റിലേഷൻ വരാനും, അതായത് എയർ സർക്കുലേഷൻ നടക്കാനും, അതേപോലെ തന്നെ നമുക്ക് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്, അതായത് നാച്ചുറൽ ലൈറ്റ് ഉള്ളിലേക്ക് വരാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ വിൻഡോസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വിൻഡോസ് കൊടുക്കുന്നത് എവിടെയാണ്? വോളിലുള്ള ഓപ്പണിങ്ങിലാണ് നമ്മൾ വിൻഡോസ് കൊടുക്കുന്നത്. അപ്പം അത് സെക്യൂർഡ് ആയിരിക്കുകയും വേണം. നമ്മൾ ജസ്റ്റ് ഒരു ഓപ്പണിങ്ങിൽ ജസ്റ്റ് ചെറിയ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റില്ല? അതിനൊരു സേഫ്റ്റി ഉണ്ടാവില്ല. അപ്പോൾ സേഫ്റ്റി കൺസേണും കൂടെ വെച്ചിട്ടാണ് നമ്മൾ വിൻഡോസിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ കാർപ്പൻറ്ററെ ഏൽപ്പിക്കുന്ന സമയത്തും ഒക്കെ സേഫ്റ്റി കൺസേൺ നമ്മൾ മേജർ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാറുണ്ട്. ഇവിടെ ഫിഗറിൽ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബേസിക് സ്ട്രക്ചർ ആണ്, ഒരു വിൻഡോയുടെ ബേസിക് സ്ട്രക്ചർ. അതിൽ നോർമലി നമ്മൾ വിൻഡോ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക? വോളിനകത്ത് ലിൻഡൽ ലെവലിന് താഴെയായിട്ടാണ് നമ്മൾ വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫ്ലോറിൽ നിന്ന് ഒരു സിൽ ലെവലിന് മേലേക്കാണ് നമുക്ക് വിൻഡോസ് അറേഞ്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ സിൽ ലെവൽ എന്ന് പറയുന്നത് മേ ബി ഫുൾ ലെങ്ത്തിലുള്ള, അതായത് ഫുൾ ഹൈറ്റിലുള്ള, നമ്മൾ ലിൻറ്റൽ ലെവൽ മുതൽ ഫ്ലോർ വരെ ഹൈറ്റിലുള്ള വിൻഡോസ് കൊടുക്കാറുണ്ട്. അത് ഫുൾ ലെങ്ത്തിലുള്ളതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന സിൽ ലെവൽ മുതൽ മേലേക്കുള്ള ഒരു വിൻഡോയുടെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നത് നമുക്കതിന്റെ ഡ്രോയിങ്സ്, അതായത് വിൻഡോസിന്റെ ഒക്കെ ഡ്രോയിങ്സ് ഒക്കെ വരുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിനകത്ത്. അപ്പം അതിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിൻഡോസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിൻറ്റൽ ലെവലിനും സിൽ ലെവലിനും ഇടയ്ക്കായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടാകുക. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പേഴ്സ് കാണും. ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ നമ്മൾ പറയും ജംപ്, JAMB. ഈ ജംപാണ് ആക്ച്വലി ഇതിന്റെ ഒരു ഫ്രെയിം ആയിട്ട് വരുന്നത്. അതേപോലെ ഇതിന്റെ ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടാവും. ആ ഹൊറിസോണ്ടൽ മെമ്പറിനെ പറയും ഹെഡ്. അതേപോലെ നമുക്ക് ഈ ഇടയ്ക്ക് ഈ ജനൽ പാളികളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ പറയും ട്രാൻസം. അതേപോലെ ചെറിയ വെർട്ടിക്കൽ മെമ്പേഴ്സ് നമ്മൾ ഈ ജനൽ പാളികളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചെറിയ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ നമ്മൾ പറയും മുല്യൻ. ഇത്രയാണ് ഒരു നോർമൽ ഒരു വിൻഡോയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ഒരു ഫ്രെയിമിനകത്താണ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വരുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ്, അതായത് റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട് വിൻഡോസിന്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ബിൽഡിങ്ങിന്റെ പ്ലാന് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാനിനകത്ത് വിൻഡോസിന്റെ ഡെസിഗ്നേഷൻ കൊടുക്കും. അതായത് പ്ലാൻ വരയ്ക്കുമ്പം വിൻഡോസ് അതിനകത്ത് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ അതിന്റെ ഡെസിഗ്നേഷൻ എഴുതും.
ആ ഡെസിഗ്നേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഏത് സൈസിലുള്ള വിൻഡോ ആണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതായത് ഏത് സൈസിലുള്ള വിൻഡോ ആണ് അത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാർപ്പൻറ്റർക്കോ ആരാണോ വിൻഡോ ഉണ്ടാക്കുന്നത് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഡയമെൻഷൻസ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടേബിളിനകത്ത് സെക്കൻഡ് കോളത്തിൽ നിങ്ങൾ കാണുന്നത് ആ ഡെസിഗ്നേഷൻ ആണ്. ആ ഡെസിഗ്നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6WS12 ഒരു ഡെസിഗ്നേഷൻ ആണത്. ഈ ഡെസിഗ്നേഷനുള്ള വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഷട്ടർ വിൻഡോ ആണ്. അതായത് ഒരു സിംഗിൾ വിൻഡോ മാത്രമേ അതിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 600 mm ആണ്. അതേപോലെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1200 mm ആണ്. ഈ 600 and 1200 എന്ന് പറയുന്നത് വിൻഡോ ഓപ്പണിങ്ങിന്റെ സൈസാണ്. നമ്മുടെ വിൻഡോന്റെ സൈസ് അല്ല, വിൻഡോ ഓപ്പണിങ്ങിന്റെ സൈസാണ്. അപ്പൊ അതിന്റെ ഫ്രെയിം എന്ന് പറയുമ്പം ഈ വിൻഡോ ഓപ്പണിങ്ങിന്റെ സൈസിനേക്കാണ് ഒരു ഇച്ചിരി ചെറുതായിരിക്കും ഫ്രെയിമിന്റെ സൈസ് വരിക. അതേപോലെ ഷട്ടറിന്റെ സൈസ് എന്ന് പറയുന്നത് അതിനേക്കാണ് കുറച്ചുകൂടി കുറഞ്ഞിട്ടായിരിക്കും വരിക. ഇനി WT എന്ന് പറയുന്നത് ഡെസിഗ്നേഷൻ്റെ അകത്ത് നമ്മൾ ഡബിൾ ഷട്ടർ ഉള്ള വിൻഡോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് WT. അപ്പം നമുക്ക് പ്ലാന് നോക്കിക്കഴിഞ്ഞിട്ടാവുമ്പം ഏത് ഡെസിഗ്നേഷൻ ആണോ കൊടുത്തത് അതിനനുസരിച്ചിട്ടുള്ള ഡയമെൻഷൻ നമുക്കത് ഉണ്ടാക്കുന്ന കാർപ്പൻറ്റർക്ക് അല്ലെങ്കിൽ ആരാണോ ഉണ്ടാക്കുന്നത് അവർക്ക് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് നോർമൽ ഡെസിഗ്നേഷൻസ് ആണ്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെസിഗ്നേഷൻസ്. ഇനി നമുക്ക് കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള വിൻഡോസും വരുന്നുണ്ട്. അതായത് നമുക്കിപ്പം മെയിൻ ആയിട്ട് കണ്ടംപററി ഡിസൈൻസ് ഒക്കെയാണ് വീടുകളുടെ കാര്യത്തിൽ വരുന്നത്. എസ്പെഷ്യലി അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ കമേഴ്ഷ്യൽ പ്ലേസസ് ആയി കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ലെവൽ അല്ലാണ്ട് നമ്മൾ കൂടുതൽ എസ്തെറ്റിക് ബ്യൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടും ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ടും ഒക്കെ ഡിഫറെന്റ് ഡയമെൻഷൻസിലുള്ള വിൻഡോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഡയമെൻഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഇതിനനുസരിച്ചിട്ടുള്ള ഡയമെൻഷൻസ് ആണ് വിൻഡോസിന് വരിക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെസിഗ്നേഷനുള്ള വിൻഡോസിൻ്റെ സൈസ്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് വിൻഡോസ് ആണ്. ടൈപ്സ് ഓഫ് വിൻഡോസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 13 ടൈപ്സ് ഓഫ് വിൻഡോസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 13 ടൈപ്സ് വിൻഡോസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇത് 13 ടൈപ്പ് മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് കുറേയും കൂടെ ഡീപ്പറായിട്ട് കുറേയും കൂടി ക്ലാസിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. അപ്പം മെയിൻ ആയിട്ട് ഉള്ള ഒരു 13 ടൈപ്പ് വിൻഡോസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ the pivoted windows, second one the fixed windows, third one the sliding window, fourth the casement windows, glazed windows, louvered windows, metal windows, bay windows, clerestory windows, corner windows, dormer and gable windows, skylight windows and lantern windows. നമുക്കിനി ഓരോന്നായിട്ട് ഓരോ ടൈപ്പിലും എന്താണ് പ്രത്യേകത, എങ്ങനെ കാണാനിരിക്കും എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡ്സിൽ. ഫസ്റ്റ് വൺ ദ ഫിക്സഡ് വിൻഡോ. പേര് പറയുന്ന പോലെ ഇതെന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. എന്തുകൊണ്ട് ഫിക്സഡ് ആയിരിക്കും? കാരണം ഇതിന്റെ പർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷന്, അതായത് നമുക്ക് പുറത്തേക്ക് നല്ലതുപോലെ കാണാൻ പറ്റണം. അതാണ് ഈ ഫിക്സഡ് വിൻഡോന്റെ പർപ്പസ് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ആക്സസിബിൾ അല്ലാത്ത സ്ഥലത്ത്, അപ്പോൾ എക്സ്പെഷ്യലി നമുക്ക് സ്റ്റെയർ കേസിന്റെ സൈഡിലുള്ള വാളുകളൊക്കെ എപ്പോഴും ഡബിൾ ഹൈറ്റിലുള്ളതായിരിക്കും. ഈ ഡബിൾ ഹൈറ്റിലുള്ള വാളില് നമ്മൾ നോർമൽ വിൻഡോസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം ലൈറ്റിങ് ഉള്ളിലേക്ക് വരാനും അതേപോലെ മാക്സിമം വിഷൻ നമുക്ക് പുറത്തേക്ക് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഫിക്സഡ് വിൻഡോസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതേസമയം മാക്സിമം നമുക്ക് ലൈറ്റ് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇതാണ് ഫിക്സഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഉള്ളത് പിവറ്റഡ് വിൻഡോസ്. പിവറ്റഡ് വിൻഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിവട്ട്സ് യൂസ് ചെയ്യും. എന്താണ് ഈ പിവട്ട്? പിവട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ വിൻഡോയ്ക്ക് നോർമൽ എന്താ ഉണ്ടാകുക, നമുക്ക് ഈ വിജാഗിരി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ആണി വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴാണ്
നമുക്ക് ഷട്ടർ തുറക്കാനും അടക്കാനും ഒക്കെ സാധിക്കുന്നത്. പിവറ്റഡ് വിൻഡോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വിൻഡോന്റെ ഷട്ടർ പിവട്ട് ചെയ്തിട്ടുണ്ടാവും. എവിടെ? ഇതിന്റെ ഫ്രെയിമിനകത്ത്, വിൻഡോന്റെ ഫ്രെയിമിനകത്ത് പിവട്ട് ചെയ്തിട്ടുണ്ടാവും. അത് 2 ജമ്പിന്റെ മുകളിൽ പിവട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയും ഹൊറിസോണ്ടലി പിവറ്റഡ് വിൻഡോ. ഇനി 2 ഹെഡിന്റെ മുകളിലാണ് പിവട്ട് ചെയ്തതെങ്കിൽ അതിനെ പറയും വെർട്ടിക്കലി പിവറ്റഡ് വിൻഡോ. അപ്പം ഈ ഹൊറിസോണ്ടലി പിവട്ട് ചെയ്തിട്ടാവുമ്പം ഇതിനെ നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യാൻ പറ്റും? സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ വെർട്ടിക്കലി പിവറ്റഡ് ആയിട്ടുള്ള വിൻഡോനെ നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പ്രാക്ടിക്കലി ഇതെങ്ങനെ കാണാനുണ്ടാവും എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് വെർട്ടിക്കലി പിവറ്റഡ് വിൻഡോ ആണ്. വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടലി പിവറ്റഡ് വിൻഡോ ആണ്. നെക്സ്റ്റ് വരുന്നത് സ്ലൈഡിംഗ് വിൻഡോ ഓർ സ്ലൈഡർ. ഇത് നമുക്ക് കോമൺ ആയിട്ട് അധികം ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സാധാരണ കാണുന്നതാണ് ഈ സ്ലൈഡിംഗ് വിൻഡോസ്. ഈ സ്ലൈഡിംഗ് വിൻഡോസിൽ നമ്മൾ 2 or 3 സാഷേസ് കൊടുത്തിട്ടുണ്ടാവും. ഈ സാഷേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പാളി ഉണ്ടാവും അല്ലെ? ആ പാളി 2-3 പാളികൾ ഉണ്ടാവും. ആ പാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യും. അപ്പൊ ഈ സ്ലൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് വിൻഡോ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേലെയും താഴെയും ഇതിന് മൂവ് ചെയ്യാനുള്ള ഗ്രൂവ്സ് കൊടുത്തിട്ടുണ്ടാവും. ആ ഗ്രൂവ്സിന് മേലെ കൂടിയാണ് ഇത് സ്ലൈഡ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമുക്ക് തുറന്നു വെക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ കൂടുതലായിട്ട് ഓപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളത് കേസ്മെന്റ് വിൻഡോസ്. കേസ്മെന്റ് വിൻഡോസ് നേരത്തെ ഞാൻ പറഞ്ഞു പിവറ്റഡ് വിൻഡോസ് ആണ്. പിവട്ട്സ് യൂസ് ചെയ്യും. ഈ പിവട്ടിന് പകരം നമ്മൾ ഹിഞ്ച് ചെയ്തിട്ടാണ് വെക്കുന്നതെങ്കിൽ അതിനെ പറയും കേസ്മെന്റ് വിൻഡോസ്. അതായത് നോർമലി ഹിഞ്ച്ഡ് ഡോർസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഹിഞ്ച്ഡ് ഡോർസിന്റെ സെയിം വേയിൽ വിൻഡോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് കേസ്മെന്റ് വിൻഡോസ്. ഇത് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വെന്റിലേഷൻ, അതായത് നമ്മൾ ഈ വിൻഡോ തുറന്നു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വെന്റിലേഷൻ ആൻഡ് മാക്സിമം ലൈറ്റിങ് റൂമിനുള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കേസ്മെന്റ് വിൻഡോസിന് സാധിക്കും. അപ്പോൾ ഇതിന് ടോപ്പ് റെയിൽസ് ഉണ്ടാവും, കൺസിസ്റ്റ് ഓഫ് സ്റ്റൈൽസ് ഉണ്ടാവും, പിന്നെ ബോട്ടം റെയിലും അതിൻ്റെ ഇന്റർമീഡിയറ്റ് റെയിലും ഉണ്ടാവും. അപ്പം ഇത് ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ഗ്ലേസ്ഡ്, അതായത് ഗ്ലാസ് വെച്ച് കവർ ചെയ്യുന്നത് ഉണ്ടാവും, അല്ലാണ്ട് പാനൽ വെച്ചിട്ട് നോർമലി എല്ലാം വിഷൻ ബ്ലോക്ക് ചെയ്തിട്ട് പാനൽ വെച്ച് കവർ ചെയ്യുന്നത് ഉണ്ടാവും, അതല്ലാണ്ട് കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുന്നതും ഉണ്ട്. ഈ 3 തരത്തിലാണ് കേസ്മെന്റ് വിൻഡോസ് വരുന്നത്. നെക്സ്റ്റ് ഉള്ളത് ഗ്ലേസ്ഡ് വിൻഡോസ്. ഈ ഗ്ലേസ്ഡ് വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കേരളത്തിലുള്ള ഒരുവിധം വീടുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഗ്ലേസ്ഡ് വിൻഡോ ആണ്. എന്താണ് ഗ്ലേസ്ഡ് വിൻഡോ? അതിനൊരു ഫ്രെയിം ഉണ്ടാവും, അതിനൊരു ഷട്ടർ ഉണ്ടാവും, ഷട്ടറിന് പാനൽസ് കൊടുത്തിട്ടുണ്ടാവും, ആ പാനൽസിനകത്ത് എന്ത് വെച്ചിട്ടുണ്ടാവും? ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് നോർമലി ഗ്ലേസ്ഡ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പം ഈ പാനൽസ് അകത്ത് എങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിനെ മെയിൻ ഫ്രെയിം ഉണ്ടാവും. ആ ഫ്രെയിമിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ചെറിയ ഡിവിഷൻസ് ആക്കിയിട്ട് ചെറിയ ചെറിയ ഫ്രെയിംസ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. ആ ചെറിയ ഫ്രെയിംസിൽ നമ്മൾ ഗ്ലാസ് വെക്കുകയാണ് ചെയ്യുക. ഈ ഗ്ലാസ് വെക്കുമ്പം ഈ ഫ്രെയിമിന്റെ സൈസ് എത്രയാണോ ആ സൈസിനേക്കാളും ചെറിയ സൈസിലുള്ള ഗ്ലാസ് ആണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. ആ ഗ്ലാസ് ഈ പറയുന്ന ഫ്രെയിമിനകത്തേക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നില്, അതായത് നമ്മൾ റൂമിനുള്ളിലുള്ള പോർഷനിൽ നമ്മൾ എന്ത് കൊടുക്കും? വുഡൻ ആയിട്ടുള്ള ബീഡിങ്സ് വെച്ചിട്ട് ഈ ഗ്ലാസ്സിനെ വീഴുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്യും. നിങ്ങൾ കാണും ചെറിയ കുഞ്ഞു മുള്ളാണി വെച്ചിട്ട് ഈ ബീഡിങ്സ് സൈഡിലേക്ക് ചുറ്റിക കൊണ്ട് മെല്ലെ അടിച്ച് കയറ്റുകയാണ് ചെയ്യുക കാർപ്പൻറ്റേഴ്സ്. അപ്പൊ ഇത് നോർമലി നമ്മൾ കേരളത്തിൽ എല്ലാവരുടെയും കാണുന്ന ടൈപ്പ് വിൻഡോ ആണ്, ഗ്ലേസ്ഡ് വിൻഡോ. നെക്സ്റ്റ് ഉള്ളത് ലൂവേർഡ് വിൻഡോ. ലൂവേർഡ് വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേഷൻ വരണം, പക്ഷേ നമുക്ക് ഒരു പ്രൈവസി ആവശ്യമുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഉപയോഗിക്കുന്നതാണ് ലൂവേർഡ് വിൻഡോ. ഈ ലൂവേർഡ് വിൻഡോനകത്ത് ഗ്രൂവ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഗ്രൂവ്സിനകത്ത് നമ്മൾ പാനൽസ്, ചെറിയ ചെറിയ പാനലുകളായിട്ട് ഐദർ ഗ്ലാസ് കൊടുക്കും, അല്ലെങ്കിൽ വുഡൻ പ്ലേറ്റ്സ് കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് സ്ലേറ്റിന്റെ പീസസും നമ്മൾ ഈ ലൂവറായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ 45 ഡിഗ്രി ചെരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പാനൽസ് കൊടുക്കുന്നത്. ആ 45 ഡിഗ്രി ചെരിച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവില്ല, പുറമേക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, പക്ഷെ നമുക്ക് വെന്റിലേഷൻ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. അപ്പം നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയൊക്കെയാണോ നമുക്ക് പ്രൈവസി ആവശ്യം അവിടെയാണ് നമ്മൾ ഈ ലൂവേർഡ് വിൻഡോ കൊടുക്കുന്നത്. ബേസിക്കലി ബാത്റൂംസ്, അല്ലെങ്കിൽ വാഷ് ക്ലോസറ്റ്സ്, പിന്നെ നമ്മളെ വർക്ക്ഷോപ്സ് പോലെയുള്ള ഏരിയാസ് എവിടെയാണോ പ്രൈവസി ആവശ്യം അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വെനീഷ്യൻ ഷട്ടേഴ്സ് ഒക്കെ നമ്മൾ വെനീർസ് വെച്ചിട്ടൊക്കെ ഈ ഷട്ടേഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ലൂവേർഡ് വിൻഡോ. നെക്സ്റ്റ് ഉള്ളത് മെറ്റൽ വിൻഡോസ്. മെറ്റൽ വിൻഡോസ് നോർമലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, കമേഴ്ഷ്യൽ പ്ലേസസിലൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് മെറ്റൽ വിൻഡോസ്. ഈ മെറ്റൽ വിൻഡോസിനകത്ത് മൈൽഡ് സ്റ്റീൽ നമ്മൾ മെറ്റലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അലൂമിനിയം യൂസ് ചെയ്യുന്നുണ്ട്, ബ്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മെറ്റൽ വിൻഡോന്റെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് മെറ്റലിന്റെ ഫ്രെയിം ഉണ്ടാവും, അതേപോലെ മെറ്റലിന്റെ ജാലി വർക്ക് ഉണ്ടാവും. മേ ബി അതിന്റെ ഷട്ടർ ഗ്ലേസ്ഡ് ഓർ അൺഗ്ലേസ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മൾ വാളിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത്, വിൻഡോന്റെ സൈഡ് വാളിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നോർമലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാളിൽ നിന്ന് ഒരു ഇത്തിരി ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഈ പറയുന്ന മെറ്റൽ ഫ്രെയിം ഫിറ്റ് ചെയ്യാം. എങ്ങനെ ഗ്യാപ്പ് കൊടുത്ത് ഫിറ്റ് ചെയ്യും? ഒരു സപ്പോർട്ട് വാളിന്റെ ഉള്ളിലേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റി അങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. നോർമലി നിങ്ങൾ പിന്നെ ഒരു ജനലിനകത്ത് ഈ ജനലിന്റെ ജാലി വർക്ക് കയറ്റുന്നത് കണ്ടിട്ടില്ലേ? അതിന് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും, അതിന്റെ ചെറിയ ചെറിയ സപ്പോർട്ട് ഈ ജനലിന്റെ നമ്മളെ മരത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നിർത്തിയിട്ടുണ്ടാവും. സെയിം വേ ആണ് മെറ്റൽ വർക്ക് ഏതിനകത്തേക്ക് കൊടുക്കുക? നമ്മളെ നോർമൽ വാളിനകത്തേക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതിന്റെ മുകളിലാണ് പിന്നെ ഗ്ലേസ്ഡ് ഓർ അൺഗ്ലേസ്ഡ് ആയിട്ടുള്ള ഷട്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ വിൻഡോ കവർ ചെയ്യുന്നത്. അപ്പം ഇതാണ് മെറ്റൽ വിൻഡോസ്. നെക്സ്റ്റ് വരുന്നത് ബേ വിൻഡോസ്. ബേ വിൻഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊജക്റ്റഡ് ഔട്ട്വേർഡ് ആയിരിക്കും. നോർമൽ ഉള്ള ഒരു കൺസ്ട്രക്ഷന്റെ വിൻഡോ മാത്രം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഒരു വിൻഡോന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സീനറി, അതായത് വിഷന്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അതായത് നമുക്കൊരു 180 ഡിഗ്രി ഉള്ള ഒരു സീനറി കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല നോർമൽ ടൈപ്പിലുള്ള വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഈ പറയുന്ന ബേ വിൻഡോസ് കൊടുക്കുമ്പം നമുക്ക് 180 ഡിഗ്രിയിലുള്ള എല്ലാ സംഭവങ്ങളും വളരെ കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് കൊടുക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ലാബിന്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിട്ട് വോള് നിൽക്കും. ആ വോളിന്റെ ഓപ്പണിങ്ങിലാണ് എന്ത് കൊടുക്കുന്നത്? വിൻഡോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് സെമി സർക്കുലർ സ്ട്രക്ചറിൽ ചെയ്യുന്നതുണ്ട്, പ്ലാൻ ഏരിയ സെമി സർക്കുലറിൽ വരുന്നതുണ്ട്, ഒക്ടഗണിൽ വരുന്നതുണ്ട്, ട്രയാങ്കുലറിൽ വരുന്നതുണ്ട്, റെക്ടാങ്കിളിൽ വരുന്നതുണ്ട്. അപ്പം പോളിഗണലായിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ബേസിക്കലി കാണാനുള്ള ഭംഗിക്കാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ്. കാരണം നല്ല വിന്റർ സീസൺ ഉള്ള സമയത്ത് അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതായത് നല്ല മഞ്ഞ് പെയ്യുന്ന സമയത്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പം പുറമേയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള വിൻഡോസിന്റെ സൈഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആണ് ഈ ടൈപ്പിലുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വന്നത്. ഇതാണ് ബേ വിൻഡോ. നെക്സ്റ്റ് ഉള്ളത് ക്ലെറിസ്റ്റോറി വിൻഡോ. ക്ലെറിസ്റ്റോറി വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോർമൽ വിൻഡോ കൊടുക്കാൻ റെസ്ട്രിക്ഷൻ ഉള്ള സ്ഥലത്താണ് ക്ലെറിസ്റ്റോറി വിൻഡോ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് നമുക്ക് വിൻഡോ കൊടുക്കേണ്ടുന്ന വാളിനകത്ത് ആ വിൻഡോ കൊടുക്കേണ്ടുന്ന പൊസിഷനിൽ അതിന്റെ മറ്റേ സൈഡിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ
ഇൻ കേസ് അവിടെ ഒരു റൂം ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു ബാത്റൂം ഉണ്ട്, വേറെ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മതിലുണ്ട് എന്ന് വെച്ചോ. അപ്പം ആ മതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റില്ല, കറക്റ്റ് ആയിട്ടുള്ള വെന്റിലേഷൻ ഉള്ളിലേക്ക് വരാനോ ലൈറ്റ് ഉള്ളിലേക്ക് കയറാനോ പറ്റില്ല, അവിടെ ഒരു വിൻഡോ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റൂമിന്റെ ഹൈറ്റ് ഒന്ന് കൂട്ടും. അപ്പോൾ റൂമിന്റെ ഹൈറ്റ് കൂട്ടിയിട്ട് ഇതിന്റെ ഒബ്സ്ട്രക്ഷൻ ഉള്ള സ്ഥലത്ത് ഉള്ള കൺസ്ട്രക്ഷന്റെ റൂഫ് സ്ലാബ് വരുന്നത് എവിടെയാണോ അതിന് മേലേക്ക് നമ്മൾ വിൻഡോ പ്രൊവൈഡ് ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് എവിടെയാണോ വിൻഡോ കൺസ്ട്രക്ട് ചെയ്യേണ്ട വാൾ ഉള്ളത് അതിന് വിൻഡോ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒബ്സ്ട്രക്ഷൻ എന്താണോ അവിടെ ഉള്ളത് അതിന്റെ റൂഫ് സ്ലാബ് എത്ര ലെവലാണോ വരുന്നത് അതിന്റെ മേലേക്കാണ് നമ്മൾ നിൽക്കുന്ന റൂമിൽ എന്ത് കൺസ്ട്രക്ട് ചെയ്യാം, നമ്മൾ വിൻഡോ കൺസ്ട്രക്ട് ചെയ്യുക. അതിനെയാണ് ക്ലെറിസ്റ്റോറി വിൻഡോ എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹൈറ്റിലായിരിക്കും, അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഓപ്പറേഷണൽ ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കോഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു കയറ് പോലെ, ഒരു റോപ്പ് പോലെയുള്ള സിസ്റ്റം വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ റോപ്പ് നമ്മൾ വലിക്കുന്ന സമയത്ത് ഈ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിന്റെ ഉള്ളിലേക്ക് 45 ഡിഗ്രി ചരിഞ്ഞിട്ട് അത് വരും. അപ്പോൾ എന്താവും, അതിന്റെ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി പുറത്തേക്കും പോകും. അതായത് റൂമിന്റെ എക്സ്റ്റേണൽ ആയിട്ട് 45 ഡിഗ്രി അങ്ങോട്ടേക്കും പോവും, റൂമിന്റെ ഇന്റേണൽ ആയിട്ട് 45 ഡിഗ്രി ഇങ്ങോട്ടേക്കും വരും. അപ്പം ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് മഴയൊക്കെ വരുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് കയറാതെ പുറത്തേക്ക് ഡ്രെയിൻ ആയിട്ട് പോയിക്കോളും. ഓപ്പോസിറ്റ് ആണ് തുറക്കുന്നതെങ്കിൽ എന്താ പറ്റുക, നേരെ വെള്ളം ഉള്ളിലേക്കാണ് വരിക. അപ്പൊ എപ്പോഴും എങ്ങനെയാണ്, ഇന്റീരിയർ ആയിട്ട് 45 ഡിഗ്രി മേലേന്ന് താഴേക്ക് വരും, അതേപോലെ താഴേന്ന് മേലേക്കും പോവും എക്സ്റ്റീരിയർ ആയിട്ട്. അപ്പം നോർമൽ ഡ്രെയിനേജ് നടക്കും, മഴവെള്ളം ഉള്ളിലേക്ക് കയറില്ല. ഇപ്പോൾ ഈ ഒരു കേസിലാണ് എന്തുപയോഗിക്കുന്നത്, ക്ലെറിസ്റ്റോറി വിൻഡോ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഉള്ളത് കോർണർ വിൻഡോ ആണ്. കോർണർ വിൻഡോ പേര് പറയുന്ന പോലെ എന്തായിരിക്കും, കോർണറിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വിൻഡോനെയാണ് കോർണർ വിൻഡോ എന്ന് പറയാ. ബേസിക്കലി കോർണറിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സിംഗിൾ വിൻഡോ ആണെങ്കിൽ അതിനെ കോർണർ വിൻഡോ എന്ന് പറയില്ല കേട്ടോ. നമ്മൾ കോർണറിൽ രണ്ട് വാളിലും വിൻഡോസ് വരികയാണെങ്കിൽ, രണ്ട് വാളിലും വിൻഡോസ് വന്ന് ആ വിൻഡോ കണക്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ വിൻഡോ പോലെ കാണുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കോർണർ വിൻഡോ എന്ന് പറയാം. ബേസിക്കലി നല്ല വെന്റിലേഷൻ കിട്ടാനും ഏത് ഡയറക്ഷനിൽ എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിലും നമ്മളെ റൂമിനുള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നോർമലി കോർണർ വിൻഡോസ് കൊടുക്കുന്നത്. അപ്പം ഈ കോർണർ വിൻഡോന്റെ കോർണറിലുള്ള മെയിൻ മെമ്പർ, അതായത് ജമ്പ് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിരിക്കും. കാരണം കോർണറിലുള്ളതിന് മേലെയുള്ള വെയിറ്റ് നോർമലി താങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ജമ്പിന് നല്ല സ്ട്രെങ്ത് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള മെമ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ട് വേണം കോർണർ വിൻഡോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു നല്ല കോർണർ വിൻഡോ ആണ്. നെക്സ്റ്റ് ഉള്ളത് ഡോർമർ വിൻഡോ ആൻഡ് ഗേബിൾ വിൻഡോ. എന്താണ് ഡോർമർ വിൻഡോ ഓർ ഗേബിൾ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇത് നമുക്ക് വെസ്റ്റേൺ ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പിൽ വരുന്നതാണ്. നമുക്ക് അവിടെയുള്ള കൺസ്ട്രക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, വെസ്റ്റേൺ ടൈപ്പിലുള്ള കൺസ്ട്രക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് എങ്ങനെയാണ്, നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് ആയിരിക്കും അതിന്റെ റൂഫ് വരുന്നുണ്ടാകുക. അപ്പം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്തായിരിക്കും, നല്ല കൂടുതലായിരിക്കും. അപ്പം ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് ഒരു സെക്കൻഡ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് അവിടെ വരുന്ന സ്പേസ് ഒരു എൻഡ് നല്ല ഹൈറ്റിലുണ്ടാവും, മറ്റേ എൻഡ് താഴ്ന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവിടെ വിൻഡോസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, സ്ട്രക്ചറൽ വൈസ് നോർമൽ വിൻഡോസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ റൂഫിൽ നമ്മൾ ഡോർമർ വിൻഡോ കൊടുക്കും. അതാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് നമ്മൾ വിൻഡോ പ്രൊവൈഡ് ചെയ്യും. അത് ഈ പറയുന്ന ആറ്റിക് പോലെയുള്ള സ്പേസിലേക്ക് എയർ സർക്കുലേഷൻ ആൻഡ് ലൈറ്റിംഗ് കടന്നു വരാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഇത് വരുന്നത് വെസ്റ്റേൺ ആയിട്ടുള്ള ഡിസൈൻസിൽ നിന്നാണ്. പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലും ഇഷ്ടം പോലെ ഇതേപോലെയുള്ള ഡിസൈൻസും സ്ട്രക്ചേഴ്സും കാണുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സ്കൈ ലൈറ്റ് വിൻഡോസ്. പേര് പറയുന്ന പോലെ എന്തായിരിക്കും, സ്കൈ ലൈറ്റിനെ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു വിൻഡോ ആണ് സ്കൈ ലൈറ്റ് വിൻഡോ. നമ്മളിപ്പം കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
അതായത് നമുക്ക് എനർജി കൺസംഷൻ കുറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഡേ ടൈമിൽ സൺലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന കോൺസെപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് സ്കൈലൈറ്റ് വിൻഡോസ്. അതായത് നമ്മൾ റൂഫിലാണ് ഈ വിൻഡോ കൊടുക്കുക. ഈ റൂഫിൽ ഈ വിൻഡോ കൊടുക്കുമ്പം മാക്സിമം സൺലൈറ്റ് റൂമിനുള്ളിലേക്ക് വരികയും അത് നമ്മളെ പകല് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നതിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യും. അതായത് ലൈറ്റിങ് നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പൊ അത്രയും തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലി വിന്റർ ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ പകലുണ്ടാവുന്ന സൺലൈറ്റ് മാക്സിമം വീടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വീട്ടിനുള്ളിലുള്ള കംഫർട്ട് ലെവൽ കൂട്ടാൻ പറ്റും. അതായത് വാംത്ത് കൂട്ടാൻ പറ്റും. ആ വാമായിട്ട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഉള്ളിലുള്ള ആൾക്കാർക്കുള്ള ഒരു കംഫർട്ട് ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ സമ്മർ സീസണിൽ നമുക്ക് എയറിനെ വെന്റ് ചെയ്യാനും പറ്റും. അതായത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഹോട്ടായിട്ടുള്ള എയർ എവിടെയാ പോയി നിൽക്കുക? റൂഫിനടുത്താണ് പോയി നിൽക്കുക. അപ്പൊ ഈ വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എയറിനെ വെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എയർ വെന്റിങ് നടക്കുമ്പോൾ ഹോട്ട് എയർ പുറത്തേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി എന്താവണം? കോൾഡ് എയർ ഉള്ളിലേക്ക് കയറി വരണം. അപ്പൊ താഴെയുള്ള ഓപ്പണിങ്ങിൽ കൂടെ കോൾഡ് എയർ ഉള്ളിലേക്ക് കയറി വരും. അപ്പോൾ ത്രൂ സർക്കുലേഷൻ നടക്കും. സർക്കുലേഷൻ നടക്കുമ്പം റൂമിനുള്ളിലുള്ള കംഫർട്ട് ലെവല് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് നോർമലി നമ്മൾ സ്കൈലൈറ്റ് വിൻഡോസിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്ലാസ്റ്റിക്, ഗ്ലാസ്, ഫിക്സഡ് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പിന്നെ എങ്ങനെയുള്ള സൈസിലും കസ്റ്റം മെയ്ഡ് ആയിട്ട് എങ്ങനെയുള്ള സൈസിൽ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ നല്ലൊരു ഫിഗർ നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. ഫസ്റ്റ് ഒരു ഓഫീസ് സ്പേസ് ആണ്. ആ ഓഫീസ് സ്പേസിൽ കൊടുത്തിരിക്കുന്ന സ്കൈലൈറ്റ് വിൻഡോ ആണ് നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. അത് പകൽ സമയത്ത് മൊത്തമായിട്ട് ലൈറ്റ് ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്, ആ സ്പേസിലേക്ക് കയറി വരുന്നുണ്ട്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നോർമൽ ഒരു വീട്ടിൽ കൊടുക്കുന്ന, അതായത് സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സ്ലോപ്പിംഗ് റൂഫിൽ കൊടുത്തിരിക്കുന്ന സ്കൈലൈറ്റ് വിൻഡോ ആണ്. അപ്പോൾ നമുക്ക് ഏത് ഏരിയയിലാണോ വെളിച്ചം വരേണ്ടത് ആ ഏരിയയിൽ നമ്മൾ സ്കൈലൈറ്റ് വിൻഡോ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക്, ബിൽഡിങ്ങിനുള്ളിലേക്ക് വെളിച്ചം ഇഷ്ടം പോലെ കയറി വരും. നെക്സ്റ്റ് ഉള്ളത് ലാൻറ്റേൺ വിൻഡോ. ലാൻറ്റേൺ വിൻഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻറ്റേൺ പോലെ ഒരു എക്സ്ട്രാ കൺസ്ട്രക്ഷൻ ആയിട്ട് റൂഫ് ലെവലിന് മേലെയാണ് കൊടുക്കുന്നത്. ബേസിക്കലി നമ്മൾ സ്കൈലൈറ്റ് വിൻഡോ എന്ന് പറയുന്നത് റൂഫിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഈ ലാൻറ്റേൺ വിൻഡോ എന്ന് പറയുന്നത് റൂഫ് ലെവലിന് മേലെയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്ന സെയിം സ്കൈലൈറ്റ് വിൻഡോന്റെ സെയിം പർപ്പസിൽ തന്നെയാണ് ലാൻറ്റേൺ വിൻഡോയും വരുന്നത്. ഏത് സ്ഥലത്താണോ നമുക്ക് ലൈറ്റും അതേപോലെ എയർ സർക്കുലേഷനും കൂടുതലായിട്ട് വേണ്ടത് അവിടെയാണ് നമ്മൾ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു നല്ല ഫിഗർ കാണാം. ഒന്ന് ഡൈനിങ് ഏരിയ ആണ് ആദ്യത്തെ ഫിഗർ കാണിച്ചത്, രണ്ടാമത്തെ ഒരു ലിവിങ് സ്പേസ് ആണ്. രണ്ടും ലാൻറ്റേൺ വിൻഡോ വെച്ചിട്ട് ഉള്ളിലേക്ക് വെളിച്ചം എത്തിക്കുന്ന രീതിയിലുള്ളതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇതും നമുക്ക് ഫിക്സഡ് ആയിട്ടും ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അതായത് ജസ്റ്റ് അടക്കുകയും തുറക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലും ചെയ്യാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മളെ വിൻഡോസിന്റെ ടൈപ്സ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വെന്റിലേറ്റേഴ്സ്. എന്താണ് ഒരു വിൻഡോവും വെന്റിലേറ്ററും തമ്മിലുള്ള വ്യത്യാസം? നോർമലി നമ്മൾ ഓപ്പണിങ്സ്, അതായത് ഡോർസ് ആയിക്കഴിഞ്ഞാലും വിൻഡോസ് ആയിക്കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. സേഫ്റ്റി കൺസേൺ വെച്ചിട്ട് നമുക്ക് ഈ വിൻഡോസും ഡോർസും ക്ലോസ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കൂടുതൽ എയർ സർക്കുലേഷൻ ആൻഡ് ലൈറ്റിംഗ് കടന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് വെന്റിലേറ്റേഴ്സ്. നോർമലി നമ്മൾ വെന്റിലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്? പ്രൈവസി വേണ്ട സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് നമ്മൾ വെന്റിലേറ്റേഴ്സ് കൊടുക്കുന്നത്. എസ്പെഷ്യലി ഇൻ ബാത്റൂംസ്, വാഷ് ക്ലോസറ്റ്സ്, വർക്ക്ഷോപ്സ് ഒക്കെ എവിടെയാണോ പ്രൈവസി വേണ്ടത് അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം പുറത്ത് നിന്ന് ഒരാൾക്ക് ഉള്ളിലേക്കുള്ള കാര്യങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി പാടില്ല. അതേസമയം അവിടെ ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവുകയും വേണം.
അപ്പം നോർമലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൂവേർഡ് ആയിട്ട് ചെയ്യുന്ന വെന്റിലേറ്റേഴ്സ് ഉണ്ട്, സ്ലൈഡിംഗ് ആയിട്ട്, അതായത് പിവറ്റഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ടൈപ്പ് ആയിട്ട് ചെയ്യുന്ന വെന്റിലേറ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ജാലി വർക്ക് പോലെ ചെയ്യുന്ന വെന്റിലേറ്റേഴ്സ് ഉണ്ട്. അത് നമ്മൾ അക്കോർഡിംഗ് ടു ദ കോസ്റ്റ്, അതായത് നമുക്ക് എത്രമാത്രം കോസ്റ്റ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇത് കാണിച്ചിരിക്കുന്നത്, ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത് നമ്മൾ ലൂവേർഡ് ആയിട്ട് കൊടുക്കുന്ന വെന്റിലേറ്റേഴ്സ് ആണ്. സെക്കൻഡ് വൺ കാണിച്ചിരിക്കുന്നത് ഹിഞ്ച് ടൈപ്പ് ആയിട്ടുള്ള വെന്റിലേറ്റർ ആണ്. നെക്സ്റ്റ് ഉള്ളത് ഫാൻ ലൈറ്റ്സ്. ഇതും ഒരു കൈൻഡ് ഓഫ് വെന്റിലേറ്റർ ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഴയ രീതിയിലുള്ള കേരള കൺസ്ട്രക്ഷൻസിൽ, കേരള വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മെയിൻ ഡോറിന്റെ മേലെയായിട്ട് ഒരു വെന്റിലേറ്റർ കാണാം, എപ്പോഴും ഉണ്ടാവും. അപ്പം അതേപോലെ പഴയ യൂറോപ്യൻ സ്റ്റൈലിലുള്ള വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മെയിൻ ഡോറിന്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെന്റിലേഷൻ ഉണ്ടാവും. അതായത് ഡോറ് ക്ലോസ് ആയി കഴിഞ്ഞാലും നമുക്ക് എന്താവണം, എയർ സർക്കുലേഷൻ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വെന്റിലേറ്റേഴ്സ് കൊടുക്കുന്നത്. ഈ വെന്റിലേറ്റേഴ്സിന് പറയുന്ന പേരാണ് ഫാൻ ലൈറ്റ്സ്. അപ്പം കാണാനും ഭംഗിയുണ്ടാവും, ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ടും നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് എയർ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഈ ഫാൻ ലൈറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വെന്റിലേറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഈ സെഷനിൽ വിൻഡോസിനെ പറ്റി സംസാരിച്ചു, ടൈപ്സ് ഓഫ് വിൻഡോസിനെ പറ്റി സംസാരിച്ചു. അതിൽ 13 ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ വെന്റിലേറ്റേഴ്സിനെ പറ്റിയിട്ടും സംസാരിച്ചു. അപ്പം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സെഷൻ ഇതോടുകൂടി ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു ആൻഡ് ബൈ.